നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് നിത്യ. ഗൈസ്, ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് ലുക്കിലാണ്. ഞാൻ ഇന്ന് മുടിയൊക്കെ വെട്ടി. എനിക്ക് ഈ ഷോർട്ട് ഹെയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇതുവരെ ഇത്ര മുടിയിലല്ലേ കണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. അപ്പം ഇന്ന് ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്തേക്കണേ. നിങ്ങൾ ഈ റോബോട്ടിന്റെ ലവ് സ്റ്റോറി വരുന്ന ഡ്രാമാസ് കണ്ടിട്ടുണ്ട്? അതായത് ഇപ്പൊ റോബോട്ട്സ് ഹ്യൂമൻ ഇഷ്ടപ്പെടുന്നത്, അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് വരുന്ന ഡ്രാമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറീസ് വരുന്ന ഡ്രാമകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഡ്രാമകളിലെല്ലാം റോബോട്ട്സ് ആണ് ഹൈലൈറ്റ് കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രാമയാണ് 2019 റിലീസ് ആയിട്ടുള്ള മൈ ആബ്സല്യൂട്ട് ബോയ് ഫ്രണ്ട്. ഈ ഡ്രാമയിലുണ്ടല്ലോ മെയിൻ ആയിട്ട് നമ്മുടെ കഥയിലെ നായകൻ ഒരു റോബോട്ടാണ് കേട്ടോ. അപ്പൊ റോബോട്ടാണ് നമ്മുടെ കഥയിലെ നായകൻ ഇഷ്ടപ്പെടുന്നത്, അവളാണെങ്കിൽ ഹ്യൂമൻ ആണ് കേട്ടോ. റോബോട്ട് മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അങ്ങനെ ഒരു റോബോട്ടിനെ മീറ്റ് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ആണ് നമുക്ക് ആ ഒരു റോബോട്ടിലൂടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കെയറും അല്ലെങ്കിൽ നമ്മൾ ഒരു ബോയ് ഫ്രണ്ടിനെ എങ്ങനെ ആഗ്രഹിക്കുന്നു, ആ ഒരു എല്ലാ ഗുണങ്ങളും നമുക്കൊരു റോബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുവോ? റോബോട്ടിനെ ഇഷ്ടപ്പെടുവോ? നിങ്ങൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആക്കോ റോബോട്ടിനെ? അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ കഥയിലെ നായികയ്ക്ക് ആ ഒരു റോബോട്ടിനെ ഇഷ്ടപ്പെടുകയാണ്. കാരണം അവൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ടിനെയാണ് അവൾക്ക് കിട്ടുന്നത്. സോ അവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാവുകയാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് നിങ്ങൾ എല്ലാവരും സ്റ്റോറി കണ്ടന്റ് അറിയാനായിട്ട്. എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു സ്റ്റോറിക്ക് ഉള്ളത്. പിന്നെ എല്ലാം ഇതിലെ ഓരോ സീനുകളൊക്കെ കാണുമ്പോൾ നമുക്കുള്ളൊരു ഫീൽ ഗുഡ് ആണ് കേട്ടോ ഈ ഒരു ഡ്രാമ കാണുന്നതിലൂടെ കിട്ടുന്നത്. ഇത് ടോട്ടലായിട്ട് 40 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. പക്ഷെ ഓരോ എപ്പിസോഡ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇതിലെ ഓരോ സീനുകളായിക്കോട്ടെ, ഇവരുടെ ആക്ടിങ് ആയിക്കോട്ടെ, എല്ലാം എടുത്തു പറയേണ്ടതാണ് കേട്ടോ. അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് നന്നായിട്ട് തന്നെ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് മീന എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ഹോങ് ജോങ് ഹ്യോൺ, ഡോ ജിൻഗു എന്ന് പറയുന്ന 2 ആക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇവര് ഇതിലും നല്ല ലവ് ട്രയാങ്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവൾ ആ ഒരു റോബോട്ടിനെ മീറ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പിന്നീട് എന്തായിരിക്കും പിന്നീട് സംഭവിക്കുന്നത് എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടന്റ് അറിയാനായിട്ട്. എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡ്രാമയാണ് മൈ ആബ്സല്യൂട്ട് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഈ സെക്കൻഡ് ഡ്രാമയാണ് 2018 റിലീസ് ആയിട്ടുള്ള ആർ യു ഹ്യൂമൻ. അതായത് ആ ഒരു ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു റോബോട്ടിനെ കണ്ടിട്ട് അത് നമുക്ക് കൺഫ്യൂഷൻ ആണ്, മനുഷ്യനാണോ റോബോട്ടാണോ എന്ന് കൺഫ്യൂഷൻ വരികയാണ്. അതാണ് ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കഥയിലെ നായകൻ ഇതിലൊരു റോബോട്ടാണ്. നമ്മുടെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് യോക്കാൺ ജൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഇതിൽ ഡബിൾ റോൾ ആയിട്ടാണ് കേട്ടോ അഭിനയിക്കുന്നത്. അതായത് ഇതിൽ മെയിൻ ലീഡ് ആയിട്ടുണ്ടല്ലോ നമ്മുടെ കഥയിലെ നായകനല്ല, പക്ഷേ ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന ആൾ, അതായത് ആ ഒരു കമ്പനിയിൽ, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ ഒരു ഏക അവകാശിയാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ആക്സിഡന്റിന് ശേഷം അദ്ദേഹം കോമയിലാവുകയാണ് കേട്ടോ. സോ അവന്റെ ആ ഒരു മദർ എന്ത് ചെയ്യാണ്, അവന്റെ അതേ സാദൃശ്യമുള്ള അതേ രൂപമുള്ള ഒരു റോബോട്ടിനെ മേക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവനായിരിക്കും പിന്നീട് ആ ഒരു കമ്പനി നോക്കി നടത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതായത് എല്ലാവർക്കും അറിയില്ല അവൻ കോമയിലാണെന്ന് അറിയില്ല, പകരം ഈ ഒരു റോബോട്ട് ആയിരിക്കും അവന്റെ സ്ഥാനത്തുള്ളത് കേട്ടോ. പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അങ്ങനെ ആ ഒരു റോബോട്ടാണ് നമ്മുടെ കഥയിൽ നായികയെ മീറ്റ് ആക്കുന്നതും അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കേട്ടോ. പിന്നീട് ഇവൻ കോമയിൽ എണീക്കോ അല്ലെങ്കിൽ പിന്നീട് എന്തായിരിക്കും ഇവരുടെ ലൈഫ് എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടന്റ് അറിയണം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നല്ല കാസ്റ്റാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. എനിക്ക് ഈ ഒരു ആക്ടറിനെ ഇതിൽ മെയിൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഈ ഒരു റോബോട്ടായിട്ട് അഭിനയിക്കുമ്പോൾ ആ ഒരു ഫിസിക്കലി, അതേപോലെ തന്നെ ആ ഒരു എല്ലാം എക്സ്പ്രഷൻസും ഒക്കെ റോബോട്ടിനെ പോലെ ആയിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ കണ്ടാൽ തന്നെ കറക്റ്റ് റോബോട്ടാണെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അങ്ങനെയാണ് അത് അവര് മേക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടിങ് ഇതിൽ എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ആക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് കേട്ടോ. കാരണം എല്ലാവർക്കും അദ്ദേഹത്തിനെ അറിയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ഡ്രാമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല ക്യാരക്ടേഴ്സും അതേപോലത്തെ നല്ല ഡ്രാമകളുമാണ് അദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിലൊരു ഡ്രാമ തന്നെയാണ് ആർ യു ഹ്യൂമൻ എന്ന് പറയുന്നത്.
അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ഇതിൽ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫീമെയിൽ ലീഡ്, അതായത് ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചേക്കുന്നത് ഗോങ് സ്യോൺ യോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. മെയിൻ ആയിട്ട് ഇതിൽ OST ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതില് ഇപ്പൊ ഈ സോങ് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് ആവൂല, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സോങ് പ്ലേ ചെയ്തായിരുന്നു. കാരണം എനിക്ക് ആ ഒരു സോങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഈ ഡ്രാമയെ പറ്റിയിട്ട്. അപ്പൊ ആ ഒരു OSTയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഭയങ്കര രസമാണ്. ആ നല്ലൊരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. മെയിൻ പറഞ്ഞ പോലെ സ്റ്റോറി നല്ലൊരു സ്റ്റോറിയാണ്. നിങ്ങൾ എന്തായാലും ഡിസപ്പോയിന്റഡ് ആക്കില്ല. എന്തായാലും ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ. ഈ ഒരു കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ഡ്രാമ എന്തായാലും ഇഷ്ടമായിരിക്കും കേട്ടോ. ടോട്ടലായിട്ട് ഇതിൽ 36 എപ്പിസോഡ്സ് ആണ്. ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. പറഞ്ഞല്ലോ ഈ ഒരു ആക്ടർ ഡബിൾ റോളിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ രണ്ടും ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഉള്ള 2 ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ആ 2 ക്യാരക്ടേഴ്സും അദ്ദേഹം നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞത്, ആക്ടിങ് എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ ഇതില്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ റോബോട്ടിനെയാണോ അല്ലെങ്കിൽ മറ്റേ ആളെയാണോ ഇഷ്ടം എന്നൊന്ന് പറഞ്ഞേക്കണം. എല്ലാവർക്കും റോബോട്ടിനെയാണ് ഇഷ്ടം. കാരണം ആ ഒരു റോബോട്ടിന്റെ ആ ഒരു സ്വഭാവമൊക്കെയാണ് പിന്നീട് ആളുകളിൽ ചേഞ്ചസ് വരുത്തുന്നത് കേട്ടോ. അപ്പൊ അതെല്ലാം നിങ്ങൾ കണ്ടെന്ന് അറിയണം കേട്ടോ. ഇനി മൂന്നാമത്തെ ഡ്രാമയാണ് 2017 റിലീസ് ആയിട്ടുള്ള ഐ എം നോട്ട് എ റോബോട്ട്. ഈ ഒരു ഡ്രാമയിലുണ്ടല്ലോ നമ്മുടെ കഥയിലെ നായികയാണ് റോബോട്ട് ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നിങ്ങൾ കണ്ടെന്ന് അറിയണം കേട്ടോ. കാരണം നമ്മുടെ കഥയിലെ നായികയുടെ രൂപമുള്ള ഒരു റോബോട്ടിനെയാണ് ഇതിൽ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അത് ആരാണ് മേക്ക് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ നിങ്ങൾ കണ്ടെന്ന് അറിയണം കേട്ടോ. പിന്നെ നമ്മുടെ കഥയിലെ നായകനാണെങ്കിൽ ഈ ആൾക്കാരെ മീറ്റ് ആക്കുന്നതിൽ ഒരു അലർജിയാണ് അദ്ദേഹത്തിനുള്ളത് കേട്ടോ. ആൾക്കാരെ അങ്ങനെ മീറ്റ് ആക്കാനും അല്ലെങ്കിൽ ഫിസിക്കൽ ടച്ചൊന്നും അവന് പറ്റില്ല. അതെന്തോ അവനിലൊരു അലർജി ഉണ്ടാക്കുന്നുണ്ട്. സോ അവനാണ് ഈ ഒരു റോബോട്ടിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. പക്ഷെ ആ ഒരു റോബോട്ടിന്റെ സാദൃശ്യമുള്ള നമ്മുടെ കഥയിലെ നായിക ഇപ്പുറത്തുണ്ട് കേട്ടോ. പക്ഷെ പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടെന്ന് അറിയണം. റോബോട്ടിനെയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള അവളെയാണോ ഇഷ്ടപ്പെടുന്നത് എന്നെല്ലാം നിങ്ങൾ കണ്ടെന്ന് അറിയണം കേട്ടോ. എന്തായാലും ഇത് ഫണ്ണായിട്ട് കാണാൻ പറ്റിയ ഒരു ഡ്രാമയാണ്. നല്ലൊരു സ്റ്റോറിയാണ് ഈ ഡ്രാമ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതില് മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് യു സ്യോൺ ഹോ, ചെ സൂബിൻ എന്നീ പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി റൊമാൻസ് ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ഡിസപ്പോയിന്റഡ് ആക്കുന്നില്ല. നല്ല സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു റോബോട്ടിനെ കണ്ടതിന് ശേഷമാണ് ഇവന്റെ ആ ഒരു ലൈഫ് തന്നെ ടോട്ടലി ചേഞ്ച് ആവുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നെല്ലാം നിങ്ങൾ കണ്ടന്റ് അറിയണം കേട്ടോ. ഇത് ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇതിൽ നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലോട്ടും അതേപോലെ തന്നെ ഹേർട്ട് വാമിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു ഡ്രാമ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഓരോ കണ്ടന്റ് ഒക്കെ കിട്ടുന്നത് ഈ ഒരു കൊറിയക്കാരൊക്കെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മൂവിയൊന്നും അല്ല, ഒരു സീരീസ് എന്നൊക്കെ പറയുമ്പോൾ 36 എപ്പിസോഡ്, 40 എപ്പിസോഡ്, 16 എപ്പിസോഡ്സ്, ഇത്രയും എപ്പിസോഡും ഉണ്ടായിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റും വേണം. പിന്നെ ഒരു ഡ്രാമ കഴിയുമ്പോഴേക്കും വേറെ ഡ്രാമ, അപ്പപ്പോ ഓരോ കൊല്ലം എത്ര ഡ്രാമകളാണ് ഇറങ്ങുന്നത്. ഒരു സിനിമ ഇറങ്ങുന്ന പോലെ അല്ലല്ലോ ഒരു സീരീസ് എന്ന് പറയുന്നത്. കാരണം എടുക്കുന്ന ആ ഒരു എഫേർട്ടൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂല. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ കിട്ടുന്നത് ഭയങ്കര ബ്രില്യൻസ് ആണല്ലേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് വേറെ കണ്ടന്റ് വരുന്ന സ്റ്റോറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ പെടുന്നതാണ് ഒന്ന് ഈ റോബോട്ടിന്റെ സ്റ്റോറീസ്. അതുകൊണ്ടാണ് ഈ ഒരു റോബോട്ടിന്റെ സ്റ്റോറീസും എങ്ങനെയൊക്കെ മേക്ക് ചെയ്തേക്കുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടന്റ് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഡ്രാമാസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ഡ്രാമകളും എന്തായാലും റോബോട്ടുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമകളാണ് കേട്ടോ. റോബോട്ട് മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ഡ്രാമയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ മേക്ക് ചെയ്തേക്കുന്നു എന്നെല്ലാം നിങ്ങൾ കണ്ടെന്നെ അറിയണം കേട്ടോ. ഈ 3 റോബോട്ട് വരുന്ന സ്റ്റോറീസുള്ള ഡ്രാമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഡ്രാമകൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ഏതൊക്കെ കണ്ടന്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നെല്ലാം നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. കാരണം നിങ്ങൾ എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും സജഷൻസ് ഏകദേശം ഇത്രയായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്ത് സജഷൻ ആണ് ചെയ്യുക എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയുന്നില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം ഞാൻ അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്തായാലും എത്ര ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.